തുമ്പി കല്യാണം. രചന റഫ്ന. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഓയ് തുമ്പിയുടെ മാഷ് ഒന്നിന്നേ. വിളി കേട്ടതും വരമ്പിലൂടെ മുന്നോട്ട് കിടന്ന മാഷ് തിരിഞ്ഞു നോക്കി. ആ ഇതാര തുമ്പി പെണ്ണോ? നീ എന്താടി ഇവിടെ? എന്താ എനിക്കിതിലൂടെ പോകാൻ പറ്റില്ലേ മാഷേ? ഓ ഞാനൊന്നും പറഞ്ഞില്ലേ, നടക്കങ്ങോട്ട്. രണ്ടും കൂടെ ഓരോന്നും മിണ്ടിയും പറഞ്ഞ് നടന്നു. ഇതെന്താ മാഷ് മാഷിന്റെ കയ്യിൽ? ആദ്യം നീ നിന്റെ മാഷിന്ന് വിളി നിർത്ത്. ആ അതെന്താ? ഇന്ന് അമ്പിളിയുടെ പിറന്നാളാണ്, മറന്നു നീ? ഞാൻ അമ്പലത്തിൽ പോയിരുന്ന വഴിയാ. ഇത് പ്രസാദം. തുമ്പി തൂക്കുപാത്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന കണ്ടവൻ അത് തുറന്ന് അവളോട് എടുക്കാൻ പറഞ്ഞു. താങ്ക്സ് മാഷേ, സത്യമായിട്ട് എനിക്ക് ഇന്നലെ ഒരു ഓർമ്മയുണ്ടായിരുന്നു. ഇന്ന് എണീറ്റപ്പോൾ മറന്നുപോയതാ. എന്തായാലും ഞാൻ അപ്പുവിൻ്റെ വീട്ടിലേക്കാ. അതെന്താ അവിടെ? അതൊക്കെയുണ്ട് മാഷ്, നടക്കുന്നേ. ലക്ഷ്മി അമ്മേ വന്നു ഞാൻ. പതി വിളിക്കടി, എൻ്റെ അമ്മ പേടിച്ചോടും. ഒന്ന് പോയേ മാഷേ. ലക്ഷ്മി അമ്മേ കൂയ്. ഇവിടെ ആരുമില്ലേ മാഷേ? പാവാടയും പൊക്കി ഗോവണിപ്പടികൾ ഓടിക്കയറിക്കൊണ്ട് തുമ്പി വിളിച്ചു ചോദിച്ചു. മുകളിലെ റൂമിൽ നിന്നെന്തോ പൊട്ടി വീഴുന്ന ശബ്ദം കേട്ട് അടുക്കളയിലായിരുന്ന മാഷ് അങ്ങോട്ടേക്ക് ഓടിക്കയറി. എന്താ തുമ്പി ഇതൊക്കെ? എവിടെ നോക്കിയാ നീ നടക്കുന്നത്? എല്ലാം ചീത്തയാക്കിയല്ലോ. എൻ്റെ കൈതട്ടി മറിഞ്ഞ മാഷേ, സോറി. ചുമരിൽ വെക്കാനായി പുതുതായി വാങ്ങിച്ച പെയിന്റിംഗ് ആയിരുന്നു. തുമ്പിയുടെ കൈതട്ടിയ തുടങ്ങി. ദേവുട്ടാ. പുറത്തുനിന്നുള്ള ലക്ഷ്മി അമ്മയുടെ ശബ്ദം കേട്ട് തുമ്പി നിലത്തിരുന്ന് ചില്ലി വെറുക്കുന്ന മാഷിയെ നോക്കി. പിന്നെ പതിയെ അവിടെ നിന്ന് വലിഞ്ഞു. ആഹാ, ആരെ ഇത്? തുമ്പി മോളോ? എപ്പോ വന്നു? നീ എന്താ ഇവിടെ? ഞാൻ കരുതി ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ മറന്നു എന്ന്. അമ്പിളി കളിയാക്കി പറഞ്ഞു. തുമ്പി ലക്ഷ്മി അമ്മയോട് പറഞ്ഞിട്ട് അവളെയും കൂടി പാടത്തേക്ക് ഇറങ്ങി. നീ ഇതെവിടേക്കാ തുമ്പി? അപ്പയുടെ വീട്ടിലേക്ക്. എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു. അയ്യോ അതെന്തിനാ? ഞാൻ എന്നെ വിട്ടി എനിക്ക് പോകണം. ഓ പിന്നെ അങ്ങനെ പിടിച്ചിരുന്നായിരുന്നു, പോകുന്നില്ല. നീ വാ. രണ്ടും ആ വലിയ വീടിന്റെ മുറ്റത്തെത്തി. അപ്പഴല്ലേ സീതാമ്മയുടെ? ആ തുമ്പി മോളോ? അവനിപ്പോ പുറത്തോട്ട് പോയേ ഉള്ളൂ. എന്താ മോളെ കാര്യം? എനിക്കറിയില്ല സീതാമ്മേ, എന്നോട് വരാൻ പറഞ്ഞായിരുന്നു. കാര്യം പറഞ്ഞില്ല. ഉത്സവം അടുത്തില്ലേ, അവൻ കൂട്ടുകാരെ കാണാനെങ്ങാനും പോയതാ. മക്കള് പിന്നെ വാ. രണ്ടും തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോഴുണ്ട് അപ്പവും ദേവനും ഉമ്മർത്തിരിക്കുന്നു. ഇത് നല്ലതാ. ഞങ്ങൾ അപ്പുവിന്റെ തിരക്ക് അക്കരെ വരെ പോയി. എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനറിഞ്ഞു നീ അങ്ങോട്ടാണെന്ന്. കൂടെ അമ്പിളി ഉള്ളതുകൊണ്ട് നീ ഇങ്ങോട്ട് തിരിക്കുന്നുള്ള ഉറപ്പായിരുന്നു. അതാ ഇവിടെ ഇരുന്ന്. അമ്പിളി പിറന്നാളായി ട്രീറ്റില്ലേ? ഞാൻ തരാം. പെണ്ണകത്തേക്ക് പോയതും അപ്പു ഒരു ചിരിയോടെ തുമ്പിയുടെ കൈയും പിടിച്ചുകൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങിപ്പോയി. അവർ പോകുന്നു നോക്കി കാര്യറിയാതെ ദേവൻ അവരുടെ പിന്നാലെ ചെന്നു. നീ ഇനിയും പറഞ്ഞില്ലേ തുമ്പി? ഇത് പറയാനാണോ എന്നെ പിന്നെ വിളിപ്പിച്ചപ്പോട്ടാ? എന്നോട് പറയുന്നേരം ഇക്കാര്യം നേരിട്ട് അവളോടോ അല്ലെങ്കിൽ മാഷിനോടോ പറഞ്ഞാലെന്താ? ഇനി ഞാൻ പറഞ്ഞ അവൾ വേണ്ടെന്ന് പറഞ്ഞാലോ? ഇഷ്ടമല്ലെന്ന് പറയൂ. പിന്നെ എങ്ങനെയാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക? ഇപ്പൊ നിൽക്കുന്ന പോലെ രണ്ട് കാര്യം, അല്ലാണ്ട് എങ്ങനെ? അപ്പൊ തുമ്പിയുടെ ചെവിടി ചിരിച്ചും തുമ്പി ഒന്ന് കൂവി. ഇനി നുള്ളിയല്ലേ, കാണിച്ചു തരാം. ഞാൻ ഒരിക്കലും പറയൂല, തന്നെ താൻ പറഞ്ഞാൽ മതി. ചെറുതായി നിന്നാൽ മുഖം വീർപ്പിക്കുന്നവളാണെന്ന് ഓർക്കാതെ ചെയ്തതോർത്ത് അപ്പു തുമ്പി നിക്കടിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ പോയതും കരഞ്ഞുകൊണ്ട് ഓടുന്ന തുമ്പി നോക്കി മുന്നോട്ട് നോക്കിയ ദേവൻ അപ്പുവിനെ സൂക്ഷിച്ചു നോക്കി. എന്തിനാണ് അവൾ കരയുന്നേ? അത് കേട്ട് അപ്പു ഒന്ന് പതറി. അതെല്ലാം ദേവൻ ശരിക്കും കണ്ടിരുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പു പോയതും ദേവൻ വീട്ടിലേക്കും പോയി. എന്തൊരു ഭംഗിയുടെ അവളെ കാണാം. നിനക്ക് എന്ന് കെട്ടിക്കൂടെ അവളെ? ഉത്സവ ദിവസം അമ്പലത്തിൽ കൂടിയ പയ്യന്മാരുടെ ഇടയ്ക്കിലും ദേവനോടായി ഒരുത്തൻ ചോദിച്ചു. ദേവൻ മുന്നോട്ട് നോക്കിയതും കണ്ടു വെള്ളയും ആകാശനിലയും കലർന്ന ധാവണി എടുത്തുകൊണ്ട് അമ്പിളിയുടെ കൂടെ വരുന്ന തുമ്പി. അവരുടെ പറച്ചിൽ കേട്ട് ദേവനൊന്ന് പുഞ്ചിരിച്ചു. ഇതേ സമയം അമ്പിളിയുടെ കൂടെ വന്ന തുമ്പി ആൽത്തറയിലിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലെ ദേവനെ കണ്ട് കണ്ണു മിഴിച്ചുകൊണ്ട് നോക്കി നിന്നു. എന്താ തുമ്പി നീ എൻ്റെ ഏട്ടനിങ്ങനെ നോക്കുന്നേ? സത്യം പറയടി, നിനക്ക് എൻ്റെ ഏട്ടനെ ഇഷ്ടമല്ലേ? തുമ്പി ഒന്ന് പതറിക്കൊണ്ട് അമ്പിളിയുടെ കൈക്കിട്ടൊന്ന് കൊടുത്തു. ഓ പിന്നെ നീ ഒന്ന് പോയ അമ്പിളി, നിന്റെ ഓരോ പറച്ചിൽ വേറെ ആരും കിട്ടാത്ത പോലെ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് നീ എൻ്റെ ഏട്ടത്തിയായിട്ട് വരുന്നതിൻ്റെ സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. അതെനിക്കറിയാലോ. എന്നാലും ഒരു അനാഥ പെൺകുട്ടി തലയേറ്റി നടക്കേണ്ട ഗതികേടൊന്നും തുമ്പിയുടെ മാഷിനില്ല. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്പിളി അവളെ തോളിൽ കൈവച്ചതും വിഷമെല്ലാം മാറ്റി നിറച്ചിരിയോടെ അവളെയും കൂട്ടി നടന്നു. അപ്പേട്ടാ ശബ്ദം കേട്ട് അപ്പു തിരിഞ്ഞതും തുമ്പിയുടെ കൂടെയുള്ള അമ്പിളിയെ കണ്ടൊന്ന് ഞെട്ടി. അമ്പിളി പേടിച്ചുകൊണ്ട് തുമ്പിയുടെ പ്രയിലാണ് നിൽപ്പെന്ന് കണ്ടതും അപ്പു കാര്യം തിരക്കി. ആ പയ്യന്മാർ ഇവിടെ നോക്കി മോശമായിട്ട് വരുമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അവരുടെ ചെകിട നോക്കി ഒന്ന് കൊടുത്തു. ഇപ്പൊ അവരുടെ അവിടെ നിൽപ്പുണ്ട്. പ്രശ്നം ഉണ്ടാക്കാനാണെന്ന് ഉറപ്പാ. ഞങ്ങൾക്ക് വീട്ടിൽ പോകണമായിരുന്നു. അപ്പിട്ടൊന്ന് വന്ന അപ്പു നോക്കിയപ്പോൾ 5-6 പയ്യന്മാരാണ്. അമ്പിളിയുടെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കണ്ടു അപ്പു രണ്ടും കൽപ്പിച്ച് അവരോട് വരാനും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അങ്ങനെ അങ്ങ് പോയാലോ? ഇത്രയും ധൈര്യമുള്ള പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഇവളെ ഞാൻ വിട്ടു. നിന്നെ മതി എനിക്ക്. നീ പോളാ പട്ടി, തെണ്ടി, ചേറ്റെ, മരപ്പട്ടി, പല്ലി, പൂച്ച, തവളെ, കാട്ടുമാക്കാനേ. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തിയതും അടി വീഴും മുന്നേ അവന്റെ കയ്യിലൊരു പിടി വീണിരുന്നു. പിന്നെയുള്ള അപ്പുവാണ് നേരി തുമ്പി തലയുയർത്തി അവനെ നോക്കി പച്ച തേറി പറഞ്ഞു. അടുത്തതായി ദേവന്റെ കൈ തുമ്പിയുടെ കവിളിൽ പതിഞ്ഞിരുന്നു. അവന്മാരെ അടികൊണ്ട് പേടിച്ചു പോയതും അമ്പിളി ഞെട്ടിക്കൊണ്ട് ദേവനെ മാറ്റാൻ നോക്കി.
മാഷ് ഇന്നെന്തിനാ തല്ലി? ഞാനല്ല, ആദ്യം അപ്പുവേട്ടൻ. ചുറ്റും നോക്കിയപ്പോൾ അപ്പുവിനെ കാണാൻ പോലും ഇല്ലായിരുന്നു. അമ്പല കമ്മിറ്റിക്കാർ വന്നുകൊണ്ട് അപ്പുവിനെ പണിക്ക് വേണ്ടി വിളിച്ചുകൊണ്ട് പോയിരുന്നു. വായിന്ന് വരുന്ന എന്തൊക്കെയാ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്നിലെ തുമ്പി നിനക്ക് ഒന്നുമില്ല. അമ്പലാണെന്നെങ്കിലും ഓർക്കണ്ടേ? നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന മാഷ് പറയുന്നത്? അമ്മാരാ ആദ്യം ഇങ്ങോട്ട് തോന്നിയാസം പറഞ്ഞുകൊണ്ട് വന്ന്. ആരെ പറഞ്ഞു? എന്തു പറഞ്ഞു? എങ്ങനെ പറഞ്ഞു എന്ന് പറ. ദേവൻ ചൂടിലാണെന്ന് കണ്ടതും അമ്പിളി പേടിച്ച് കരഞ്ഞുകൊണ്ട് പറയിലേയും തലയാട്ടിയിരുന്നു. ഒന്നും മിണ്ടാർക്കുന്ന തുമ്പി കണ്ട് ദേവൻ ദേഷ്യം കൊണ്ട് പറയാൻ നിൽക്കും മുന്നേ തുമ്പി കരയാൻ തുടങ്ങിയിരുന്നു. എന്ത് പറഞ്ഞാലും കരഞ്ഞാൽ മതിയല്ലോ. ഇതിന് മാത്രം എവിടുന്നാടി നിനക്ക് കണ്ണുനീര്? എല്ലാം ചെയ്തു വെച്ചിട്ട് ചോദിച്ചപ്പോൾ ഉത്തരവില്ലാണ്ട് മോങ്ങുക. തുമ്പി ചുണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ദേവനെ നോക്കി. ഇന്നിതുവരെ ആരും തല്ലിയിട്ടില്ല, എൻ്റെ അച്ഛൻ പോലും. കിട്ടേണ്ടത് തന്നെയാ. അവർക്ക് ഇപ്പോഴുണ്ടെങ്കിൽ നീ ഇങ്ങനെ ആവില്ലായിരുന്നു. കിട്ടാത്തതിന്റെ കുറവായതൊക്കെ. മുതിർന്നവരെന്താ വിളിക്കേണ്ടെന്ന് പോലും അറിയില്ല. ഞാൻ പോവാ, നീ എന്നോട് മിണ്ടാൻ പോലും വരണ്ട. ആരും ശരിയാ, എനിക്ക് ആരുമില്ല. ഇതുവരെ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ മുതൽ എനിക്ക് ആരുമില്ല. ഞാൻ മനസ്സിലാക്കാനും തുമ്പി ഒരു അനാഥായോണ്ടാണല്ലോ എന്നെ വലിയ ദൈത്യക്കേറി തല്ലിയത്. ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി വരില്ല, ഞാൻ നോയിക്കോ. എന്നെപ്പോലുള്ളവർക്കും ജീവിക്കായിട്ടൊക്കെ ഉണ്ട്, ആർക്കും ശല്യാവില്ല. അതും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വെട്ടമില്ലാത്ത വഴിയിലൂടെ മുന്നോട്ടോടുന്ന തുമ്പിയെ കണ്ട് ദേവൻ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും നാവ് ഉയർന്നില്ല. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.